വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കറിയാം ഇന്ന് ബിഗ് ബോസ് ഫിനാലെയാണ്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ കാണാതിരുന്ന എപ്പിസോഡ് നമ്മുടെ കുറച്ച് പേര് ഈ അടുത്ത് വന്നല്ലോ, ആ ഒരു എപ്പിസോഡ് മാത്രമേ ഞാൻ കാണാതിരുന്നിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ടും കുറ്റം പറിച്ചിലും അതും ഇതും മറ്റതൊക്കെ ആയിരുന്നു. നമുക്ക് ആ ഒരു 7 പേരായിട്ട് നമ്മൾ സെറ്റായി അങ്ങോട്ട് വരികയായിരുന്നു. ആ ഒരു ടൈമിലാണ് എല്ലാവരുടെയും റീ എൻട്രി നല്ലത് തന്നെയാണ്. പക്ഷെ റീ എൻട്രി ഈ ബിഗ് ബോസ് ഫിനാലെ ആവാറായ സമയത്തുള്ള ഈ ഒരു സീസൺ 7-ലെ എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ആ ഒരൊറ്റ എപ്പിസോഡ് വന്നിട്ട് പിറ്റേ ദിവസമുള്ള എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ചില ക്ലിപ്സൊക്കെ ഞാൻ കണ്ടു, എന്നാലും ഞാൻ കാണാനായിട്ട് ശ്രമിച്ചില്ല. കാരണം ഭയങ്കര വെറുപ്പിക്കലായിരുന്നു പലരും വന്നിട്ട്. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് ഫൈനൽ 5-ലുള്ളതെന്നുള്ളത്. നമ്മുടെ അനിമോളുടെ അടുത്ത് എനിക്ക് എന്താ പറയുക, ഇഷ്ടമൊക്കെ തന്നെയാണ്. അതായത് ഈ ഫൈനലിൽ വന്ന എല്ലാവരും ഡിസേർവിങ് തന്നെയാണ് കേട്ടോ. PR എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അനിമോൾ പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇമോഷണലി വീക്കാണ്. അത് ഞാനായാലും അങ്ങനെ ഒരു വീക്കുള്ള ഒരു ആൾ തന്നെയാണ്. പിന്നെ ഗെയിമർ എന്നുള്ള നിലയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, എങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എന്താ ഓൾറൗണ്ടറാണ്, കോണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ് അതിലെ. അപ്പോൾ പിന്നെ നമുക്ക് അനിമോൾ എന്തായാലും അതിൽ ഡിസേർവിങ് ആണെന്ന് പറയാം. പിന്നെ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് അക്ബർ ഖാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ നെവിൻ, പിന്നെ ഷാനവാസിക്ക, പിന്നെ അനീഷ്. അതിൽ ഇപ്പോൾ പറയുന്ന പല വീഡിയോസുകളിലൊക്കെ പറയുന്നുണ്ട് അനീഷ് ഫസ്റ്റും സെക്കൻഡ് അനിമോളും ആണെന്ന് പറയുന്നുണ്ട്, തേർഡ് ഷാനവാസ്, ഫോർത്ത് അക്ബർ, ഫിഫ്ത്ത് നമ്മുടെ നിവിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരായാലും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഫൈനൽ 5-ലെത്തിയവർ നല്ല ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. ബാക്കി പലരും ഔട്ടായി പോയെങ്കിലും ഇപ്പോൾ ആര്യൻ ഔട്ടായപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു, ബിന്നി ഔട്ടായപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ജിസേൽ ഔട്ടായപ്പോഴും ഭയങ്കര വിഷമമുണ്ടായിരുന്നു, കാരണം നല്ല ഗെയിമറായിരുന്നു. പിന്നെ കുറച്ചൊക്കെ എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു നമ്മുടെ റെന ഔട്ടായപ്പോഴാണ് കേട്ടോ. ഒരു കുഞ്ഞു കുട്ടിയാണ്, പിന്നെ നല്ല അത്യാവശ്യത്തിന് ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റെന ഔട്ടായപ്പോൾ എനിക്ക് സങ്കടമായി. ബാക്കി അങ്ങനെ ആരോടത്തും എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ആയിട്ട് നമ്മൾ 24/7 കണ്ടിട്ടേ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ റെന ഔട്ടായപ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ടായി. അപ്പോൾ ഡിസേർവിങ് ആയിട്ടുള്ള ആര്യനായാലും ഗെയിമറാണ്, എന്തൊക്കെ അതിൽ ഉണ്ടെങ്കിലും. അതുപോലെ ജിസേലായാലും നല്ല ഗെയിമർ തന്നെയായിരുന്നു. അപ്പോൾ ആരായാലും സന്തോഷം തന്നെയാണ്. അപ്പോൾ അനീഷ് ഫസ്റ്റ് അടിച്ചെന്ന് പറയുന്നുണ്ട്, പലരും അനുമോള് ഫസ്റ്റ് അടിച്ചെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലേതെങ്കിലും 2 പേര് തന്നെയായിരിക്കും ഫസ്റ്റ് എന്ന് തോന്നുന്നു. പിന്നെ തേർഡ് എനിക്ക് അക്ബർ ഖാൻ വരണം എന്നായിരുന്നു ആഗ്രഹം. പലരും പറയുന്നത് നമ്മുടെ ഷാനവാസിക്ക എന്ന് പറയുന്നത്. പക്ഷെ ഷാനവാസിക്ക അത്രയ്ക്ക് അങ്ങനെ ഡിസേർവിങ് അല്ല, ഗെയിം ഇല്ല. പിന്നെ പുള്ളി ഭയങ്കര ഇമോഷണലി പുള്ളി വീക്ക് തന്നെയാണ്. എന്തും പേഴ്സണലായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നില്ലേ, അത് പുള്ളീൻ്റെ ആ ഒരു വീക്ക് പോയിന്റ് തന്നെയാണ്. പുള്ളി എല്ലാവരും പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് കാണുന്നുണ്ട്, അതായിരിക്കാം പുള്ളി അങ്ങനെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ടാവുക. പുള്ളി എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു. പുള്ളി ഗെയിം കളിക്കാനല്ല വന്നേക്കണേ, ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം ഒരു പക്ഷേ പുള്ളി എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ടാവുക. എല്ലാവരും പെങ്ങന്മാരായിട്ട് കാണുന്നു. ചിലരങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഒരു ഗെയിമൊന്നും അല്ല, അത് അവരുടെ ക്യാരക്ടറാണത്. അപ്പോൾ എനിക്ക് ഗെയിമർ എന്നുള്ള നിലയിൽ അക്ബർ ഖാനും നെവിനും ഒക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അറിയില്ല, ഇന്നത്തെ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാലത്ത് തന്നെ എണീറ്റ് 24/7 വെച്ചു, പക്ഷെ പഴയ എപ്പിസോഡാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സങ്കടമായി. ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം ഫുൾ പോണത്, ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ദിവസം ഫുൾ പോണത് ഈ ബിഗ് ബോസ് 24/7 വെച്ചിട്ടാണ് ഞാൻ എല്ലാ പണികളും, എൻ്റെ കുട്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്യപ്പോൾ കഴിയുന്നു പറയുമ്പോൾ വിഷമം. എന്നാലും ആര് കപ്പടിക്കുന്നുള്ളതിൽ ഭയങ്കര ആകാംക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ അനുമോളായാലും അനീഷ് ഫസ്റ്റ് ആയാലും അനുമോളായാലും അക്ബർ അവിടെ നിൽക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആരായാലും ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, അങ്ങനത്തെ വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഫാമിലി വ്ളോഗും അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗൊക്കെ ചെയ്യുന്നത്. പിന്നെ ബിഗ് ബോസ് ഷോയുടെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസ്. പണ്ടൊന്നും ഞാൻ കാണാറില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീട്ടിലിരുന്നതിന് ശേഷം എനിക്ക് നേരം പോകാൻ വേണ്ടി കണ്ട് അങ്ങനെ ശീലമായി. നമ്മുടെ ഇമോഷൻസ് തന്നെ അതിൽ വരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ആവാറുണ്ട് കേട്ടോ. ചിലർ പറയും ഇങ്ങനെ അയലക്കത്തെ കാര്യങ്ങൾ എത്തി നോക്കാൻ ഇഷ്ടമുള്ളവരാണ് ഈ ബിഗ് ബോസ് കാണാമെന്ന്. അതല്ല, ചിലപ്പോൾ നമ്മളെ കൂടെ അതിൽ നമ്മൾ കണ്ടുവന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഷോയുടെ വിജയം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.